ലോകത്തിലെ ഭീരുക്കളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നാം നമ്പർ രാജ്യമാണ് ഇസ്രായേൽ. കഴിവുകെട്ട ഭീരുക്കളുടെ കൂട്ടമാണ് ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ട്രംപ് മൂക്കുകൊണ്ട് അത്ര വരച്ച് അടപടലം പെട്ടു. അതായത് നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയില്ല, ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയില്ല, ആരും ട്രംപിനൊപ്പം ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ പോലും തയ്യാറല്ല. ഗസയിൽ അവർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആശുപത്രികൾ തകർക്കുക, അവിടേക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഓക്സിജൻ പ്ലാന്റുകൾ തകർക്കുക, അതുപോലെ അഭയാർത്ഥികളായി ടെൻ്റടിച്ച് കിടക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ബോംബുകൾ ഇട്ടുകൊണ്ട് അവരെ കൂടുതൽ ക്രൂരമായി പീഡിപ്പിക്കുക. ഒരു അതിഭീകരമായ സാഡിസ്റ്റ് മനോഭാവമാണ് അവിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ചരിത്രത്തിലുടനീളം സമാധാന കരാറുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ അത് കുളമാക്കി, ചതിച്ച്, വഞ്ചിച്ച്, ഭീരുത്വം കാണിച്ച്, വൃത്തികേട് കാണിച്ച് ആ യുദ്ധം പരിപോഷിപ്പിച്ചിട്ടുള്ളവന്മാരാണ് യുവമാർ. ഇവിടെ ഇരുന്ന് ഇസ്രായേലിന് വേണ്ടി ജയ് വിളിക്കുന്ന കുറേവന്മാരുണ്ട്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലോകത്തെ മുഴുവൻ ഗുരുതരം, നമ്മുടെ രാജ്യത്ത് ഉൾപ്പെടെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഈ യുദ്ധം ഉണ്ടാക്കിയതും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ യുദ്ധം വഷളാക്കുന്നതും ഇസ്രായേലാണ്. ഇതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇസ്രായേലിന് നേരെ തിരിച്ചടി തുടങ്ങി കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ ഒരു ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് IDF പറഞ്ഞു. ഇപ്പൊ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇസ്രായേലിന്റെ സർവനാശമാണ്. ഇത് ഇറാൻ മുന്നോട്ട് വെച്ച 10 ഉപാധികൾക്ക് ശരി പറഞ്ഞുകൊണ്ട് 2 ആഴ്ചത്തേന് വെടിനിർത്തലിന് അമേരിക്ക അനുമതി കൊടുത്തിരുന്നതാണ്. അങ്ങനെ 2 ആഴ്ചത്തേക്ക് ഈ പറയുന്ന യുദ്ധം നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ഒരു ആക്രമണം നടന്നത്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഈ ഉപാധികൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ഇതിനു മുമ്പ് ഈ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പം ഇവിടെ ഇറാൻ വളർന്നു കഴിഞ്ഞാൽ അത് വലിയ ഭീഷണിയാകും. ഇറാന് ഇത്രയൊക്കെ ഉപാധികൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇറാന്റെ ശക്തി അവർക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. മാത്രമല്ല അത് 10 ഇരട്ടിയായിട്ട് വർദ്ധിക്കുമെന്നുള്ള ഒരു പേടിയൊക്കെ കൊണ്ടാണോ ഈ ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തിയത്? ഇനി ഈ ഒരു യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും? എന്തായാലും യുദ്ധം നിർത്തി 2 ആഴ്ചത്തേന് വെടിനിർത്തലില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഈ യുദ്ധം തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇസ്രായേലിന്റെ ഭാവി? ഇറാന്റെ ഒരു തീരുമാനങ്ങളും നീക്കങ്ങളും എങ്ങനെയായിരിക്കും? രേഷ്മ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഭീരുക്കളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒന്നാം നമ്പർ രാജ്യമാണ് ഇസ്രായേൽ. അതായത് ഇപ്പം നമുക്കിടയിലുള്ള പലരും പറയും ഇസ്രായേൽ ഒരു ഗംഭീര രാജ്യമാണ്, അവർക്ക് വലിയ കരുത്തുണ്ട്, അവർ കരുത്തരാണ്, ധീരന്മാരാണ്, അവരെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല എന്നൊക്കെയാണ് പലരും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മതപരമായ കാരണങ്ങളും വർഗീയപരമായ ചിന്തകളും ഒക്കെ അതിന് പിന്നിലുണ്ട്. പക്ഷേ നമ്മൾ ഈ യുദ്ധചരിത്രം, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് 2.5 വർഷക്കാലത്തോളം നീണ്ടുനിന്ന യുദ്ധവും അതിനുശേഷം ഇസ്രായേൽ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാന് നേരെയുള്ള യുദ്ധവും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് അതിലുടനീളം കാണാൻ കഴിയുന്ന ഒരു കാര്യം, ചതിയുടെയും വഞ്ചനയുടെയും മനുഷ്യത്വ വിരുദ്ധതയുടെയും പൈശാചികതയുടെയും അതിനേക്കാൾ ഉപരിയൊക്കെ നെറികേടിൻ്റെയും ഒക്കെ ചരിത്രമാണ്, ഭീരുത്വത്തിൻ്റെ ചരിത്രമാണ്. സമീപകാല യുദ്ധ ചരിത്രം പരിശോധിച്ചാൽ പോലും ഭീരുത്വത്തിൻ്റെ ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. അതായത് ഒരിക്കലും ഇസ്രായേൽ നേർക്കുനേർ നിന്നുകൊണ്ട് ഒരു കാര്യവും നേടിയെടുക്കാനായിട്ട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ജയിക്കാനായിട്ടുള്ള ഒരു ശേഷിയും കഴിവുമില്ലാത്ത കഴിവുകെട്ട ഭീരുക്കളുടെ കൂട്ടമാണ് ഇസ്രായേലിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ആ രാജ്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ യുദ്ധ സാഹചര്യങ്ങളെയൊക്കെ നയിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളെക്കുറിച്ചോ ആണ്. കാരണം നമ്മൾ ആദ്യം മുതലേ പരിശോധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേൽ ഒറ്റയ്ക്കിറങ്ങി വിജയിച്ച ഏതെങ്കിലും ഒരു യുദ്ധം ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യമെടുത്താലും ആ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ, ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര പേരെ കൊലപ്പെടുത്തി എന്നുള്ളതല്ല യുദ്ധവിജയം എന്നുള്ളത് ബോധമുള്ള മനുഷ്യർക്കറിയാം. ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ ഒരു യുദ്ധവും ഒരു യുദ്ധലക്ഷ്യവും നേടിയിട്ടില്ല. യുദ്ധത്തിൻ്റെ ഭാഗമായി ഒരുപാട് കെടുതികൾ ഉണ്ടാകും, ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും എന്നതിനപ്പുറം എന്തിനു വേണ്ടിയാണോ ഈ യുദ്ധം തുടങ്ങിയത് അത് നേടിയെടുക്കാൻ ഒരു യുദ്ധത്തിനും സാധിച്ചിട്ടില്ല. സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ സാഹോദര്യവും ഒക്കെ ഊട്ടി ഉറപ്പിക്കാൻ ഒരു ഏകാധിപത്യത്തിനോ യുദ്ധത്തിനോ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ പിന്തുണയില്ലാതെ വിജയിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന കേന്ദ്രമാണ്, ഒരു രാജ്യമാണ്.
അതായത് അവർക്ക് എപ്പോൾ യുദ്ധം ചെയ്യണമെങ്കിലും, എപ്പോൾ എന്ത് സൈനിക നടപടി കൈക്കൊള്ളണമെങ്കിലും, ഏതൊരു രാജ്യത്തെ വെല്ലുവിളിക്കണമെങ്കിലും ഒക്കെ സ്വന്തം കഴിവുകൊണ്ട് കഴിയില്ല. അവർക്ക് അമേരിക്കയുടെ പിന്തുണ വേണം. ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു. അതിൽ ആ യുദ്ധ ലക്ഷ്യമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കുക, ഗസ പിടിച്ചെടുക്കുക. അവിടെ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ജീവനോടെ IDF ഈ ഗസയിൽ കടന്നു കയറി ജീവനോടെ ആ ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കുക, എല്ലാവരെയും ജീവനോടെ കൊണ്ടുവരുമെന്നായിരുന്നു അന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അന്ന് നമ്മുടെ നാട്ടിലെ മറുനാടനെ പോലുള്ള വർഗീയ മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ യൂട്യൂബർമാരൊക്കെ തള്ളിമറിച്ചത് ഈ ഹമാസിൻ്റെ കുഴികളിലേക്ക് വേട്ടപ്പട്ടികൾ വിടും, റോബോട്ടുകൾ വിടും, കടൽ ജലം ഇരച്ചു കളയും, ആ തുരങ്കങ്ങൾ മുഴുവൻ മൂടപ്പെടും, അങ്ങനെ ഹമാസ് ഭൂലോകത്ത് തന്നെ ഇല്ലാതാകും, അതിനുശേഷം ഇസ്രായേൽ ഗസ പിടിച്ചെടുത്ത് അവിടെ ഭരിക്കും, അതൊരു ക്രൈസ്തവ രാഷ്ട്രമാകും, ട്രംപച്ചായൻ ഇറങ്ങി ഇസ്രായേലിന് വേണ്ടി ഇപ്പം ഗസ തീരുമെന്ന് പറഞ്ഞ് ഇവിടെ കുറേ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇസ്രായേൽ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ അതേ ഹമാസിനെ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഈജിപ്തും കുവൈറ്റും ഒക്കെ വിളിച്ചു വരുത്തി അവരുടെ കൂടി നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് അവർ പറയുന്നിടത്തൊരു ലൈൻ വരച്ച് ഇസ്രായേൽ സൈന്യം അതിദയനീയമായി അതിനപ്പുറം പോയി നിന്നിട്ട് ആ ബന്ദികൾ അവശേഷിക്കുന്ന വളരെ കുറച്ച് ബന്ദികൾ, 200 ബന്ദികൾ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും കൊല്ലപ്പെട്ടു. അതിൽ വളരെ കുറച്ച് ആളുകളെ ജീവനോടെ ഇസ്രായേലിനെ ഹമാസിൻ്റെ കാരുണ്യത്തിൽ വിട്ടുകൊടുത്തു. അതാണ് ഗസയിലുണ്ടായ യുദ്ധത്തിൻ്റെ അനന്തരഫലം, അതിൻ്റെ വിജയമെന്ന് പറഞ്ഞ് ഇസ്രായേൽ കൊട്ടിഘോഷിക്കുന്നത് ആ ഒരു ദയനീയ അവസ്ഥയാണ്. അതുപോലെ തന്നെ 19,000-ഓളം സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ചരിത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇതിനെ ആരാണ് പിന്തുണയ്ക്കുന്നത്? ഈ കൊല്ലപ്പെട്ടവർ മുഴുവൻ ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് ഇസ്രായേൽ പോലും പറഞ്ഞിട്ടില്ല. അതിനൊരു ജസ്റ്റിഫിക്കേഷനും അവർക്ക് നൽകാൻ കഴിയുന്നില്ല. അപ്പോൾ അത്രയും ഇരുണ്ട, നെറികെട്ട, മനുഷ്യത്വ വിരുദ്ധമായ ഒരു ചരിത്രം ഒരു ഭാഗത്ത് ഇസ്രായേലിനുണ്ട്. പൂർണ്ണമായും ഇസ്രായേൽ ഒന്നിനും കൊള്ളാത്ത രാജ്യമാണെന്നല്ല, പക്ഷേ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിൽ ഇങ്ങനെ ചില ഇരുണ്ട ഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ യുദ്ധം, അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധം പലതവണ അവസാനിപ്പിക്കാൻ പലതവണ വെടിനിർത്തലുകൾ വന്നപ്പോഴും ആ സമയത്തൊക്കെ ഏകപക്ഷീയമായി ആ വെടിനിർത്തൽ ലംഘിച്ച് വീണ്ടും യുദ്ധ സാഹചര്യം രൂക്ഷമാക്കിയ ചരിത്രമുള്ള രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇസ്രായേലിൽ നിന്ന് ഈ യുദ്ധ സാഹചര്യത്തിലും നീതിയും നെറിയുമൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ യുദ്ധം മുറുകിയാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അറബ് രാജ്യങ്ങൾക്കടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ നഷ്ടം, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഊർജ പ്രതിസന്ധി, എണ്ണ പ്രതിസന്ധി, ഒരുപക്ഷെ ആണവ യുദ്ധമായി പോലും വളരാൻ സാധ്യതയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ആഘാതങ്ങളും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു യുദ്ധമായി ഇതിനെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ടുള്ള ഭയം, ഇതൊക്കെയാണ് ട്രംപിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കാരണം ഇപ്പോൾ ഇറാൻ നൽകിയിരിക്കുന്ന ഈ 10 നിർദ്ദേശങ്ങൾ തുടക്കം മുതലേ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അത് ഹോർമുസ് കടലെടുക്ക് മാത്രമാണ് അതിൽ പുതുതായി വന്നത്. അതായത് ഹോർമുസ് കടലെടുക്കിൽ ഇറാന് ചുങ്കം പിരിക്കണം, അത് ഇറാൻ്റെ സൈനിക പരിധിയുടെ, സാമ്പത്തിക പരിധിയുടെ ഉള്ളിൽ വരുന്ന കാര്യമാണ് എന്നുള്ളത് മാത്രമാണ് പുതുതായി വന്നിട്ടുള്ള ഒരു കാര്യം. അതിനു മുമ്പ് മുതലേ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന, അതായത് ആണവ പരീക്ഷണം ഞങ്ങൾ തുടരും, ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല, ഞങ്ങളെയും ഞങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെയും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാൻ പാടില്ല, ഈ മേഖലയിൽ നിന്ന് തന്നെ അമേരിക്ക ആയുധം വെച്ച് പിന്നോട്ട് പോകണം, ഈ മേഖലയിൽ ഇനി ഒരു യുദ്ധവും ഉണ്ടാകാൻ പാടില്ല, ഇറാൻ്റെ പരമാധികാരം ഇറാന് വിട്ട് നൽകണം, ഇറാൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇനി ആരും ഇടപെടരുത്, പിന്നെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്നതടക്കം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടായ മറ്റ് പുതിയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇത് തുടക്കം മുതലേ ഇറാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇറാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. അന്നൊന്നും ഇത് അംഗീകരിക്കാതിരുന്ന അമേരിക്ക പൊടുന്നനെ ഈ 10 നിർദ്ദേശങ്ങൾ യുക്തിസഹമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്രംപ് അതിദയനീയമായി പരാജയപ്പെട്ടു എന്നതിൻ്റെ സിഗ്നൽ അവിടെ കിട്ടി. അതായത് ഈ യുദ്ധത്തിൽ ഇനി ഈ കടുംപിടുത്തവുമായി ഞങ്ങൾ പറയുന്നിടത്ത് ഇറാൻ വരണമെന്ന് മാത്രം അടിച്ചേൽപ്പിക്കൽ നടക്കില്ലെന്ന് ട്രംപിന് മനസ്സിലായി. ട്രംപ് മൂക്കുകൊണ്ട് അത്ര വരച്ച് അടപടലം പെട്ടു. അതായത് നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയില്ല, ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയില്ല, ആരും ട്രംപിനൊപ്പം ഹോർമുസ് കടലിടുക്കിലേക്ക് യുദ്ധത്തിന് പോകാൻ പോലും തയ്യാറല്ല. അപ്പോൾ ആകപ്പാടെ ഒറ്റപ്പെട്ട് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന ഒരു ശക്തി ഒന്നുമല്ലാതായി ഇറാൻ എന്ന് പറയുന്ന ഇവർ ഏറ്റവും മോശമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് മുന്നിലാണ് ഇത് സംഭവിക്കുന്നത് ആലോചിക്കണം. അതായത് അവരുടെ സൈനിക ശേഷി നശിപ്പിച്ചു, അവരുടെ ആത്മീയാചാരനെ കൊലപ്പെടുത്തി, പ്രതിരോധ മന്ത്രിയെ കൊലപ്പെടുത്തി, പ്രധാനപ്പെട്ട നേതാക്കളെ കൊലപ്പെടുത്തി, ലോഞ്ചിങ് പാഡുകൾ തകർത്തു, ആയുധശേഖരം തകർത്തു എന്നൊക്കെ ചിലതൊക്കെ സംഭവിച്ചതാണ്, ചിലതൊക്കെ അമേരിക്ക അവകാശപ്പെടുന്നതാണ്.
ഇറാനെ സൈനികമായി പൂർണ്ണമായി തകർത്തു എന്ന് നിരന്തരമായി അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇറാൻ നിരന്തരമായ ആക്രമണങ്ങൾ തിരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് ഈ സാഹചര്യം അപകടകരമാണ്. അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം, സൈനിക നഷ്ടം, വലിയ തോതിൽ യുദ്ധക്കെടുതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എണ്ണവില അമേരിക്കയിൽ കൂടുന്നു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ വലിയ വളർച്ചയിലേക്ക് പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു, അല്ലെങ്കിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നം പരിഹരിച്ചു എന്ന നിലയിലേക്ക് ഒരു നെറേറ്റീവ് ഉണ്ടാക്കാനാണ് ട്രംപ് ശ്രമിച്ചത്. അതിനുവേണ്ടിയാണ് ട്രംപ് പൊടുന്നനെ പാകിസ്ഥാൻ വഴി ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് പോയത്. അപ്പോൾ ചൈന കൃത്യമായി ഇറാനോട് പറഞ്ഞു, നിങ്ങൾ അവർ പറയുന്നത് അങ്ങനെ അംഗീകരിക്കരുത്, നമ്മുടെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറാൻ അവരുടെ 10 നിർദ്ദേശങ്ങൾ, അതായത് ഏറ്റവും പ്രധാനമായി നഷ്ടപരിഹാരം നൽകണമെന്നതടക്കം ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഉപരോധങ്ങൾ മുഴുവൻ പിൻവലിക്കുക, ഈ ആവശ്യങ്ങളടക്കം ഉന്നയിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നിലേക്ക് നിർദ്ദേശം വെച്ചപ്പോൾ അമേരിക്ക പറഞ്ഞത് യുക്തിസഹമായി ചർച്ച ചെയ്യാം, ഇസ്ലാമാബാദിൽ ചർച്ച നടത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടി ആയതോടെ ഇസ്രായേൽ ചിത്രത്തിന് വെളിയിലായി. കാരണം ഇസ്രായേലിനോട് ചോദിച്ചിട്ടല്ല അമേരിക്ക ഈ കാര്യങ്ങൾ, ട്രംപ് ഈ നീക്കങ്ങൾ നടത്തിയത്. കാരണം ഇസ്രായേലിനോട് ചോദിച്ചാൽ യുദ്ധം അവസാനിക്കില്ല എന്ന് ട്രംപിന് അറിയാം. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു, കൃത്യമായി തടിയൂരാൻ വേണ്ടി ഇസ്രായേലിനെ ഒഴിവാക്കിക്കൊണ്ട്, പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വാദങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ചെയ്തത് മുഴുവൻ തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുന്ന വിധത്തിൽ ഇറാനോട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ ഇറാൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന മട്ടിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടെയാണ് ഇസ്രായേലിന് ഒരു വലിയ വാർണിംഗ് സിഗ്നൽ കിട്ടിയത്. ഇറാൻ വളരാൻ പോവുകയാണ്. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെട്ടാൽ പിന്നെ ഇറാനെ പിടിച്ചാൽ കിട്ടില്ല. ഉപരോധങ്ങൾ നീക്കിയാൽ തന്നെ ഇറാൻ രക്ഷപ്പെടും. പിന്നെ നഷ്ടപരിഹാര തുകയും നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹോർമുസിൽ ചുങ്കം പിരിക്കാനുള്ള അനുമതി കൊടുക്കുകയാണെങ്കിൽ, ഇറാൻ്റെ പരമാധികാരം അവർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഇറാൻ്റെ പരമാധികാരത്തിൽ ഇനി ഇടപെടില്ല എന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ, അവിടെ ഇസ്രായേലിനുള്ള അപായമണി മുഴങ്ങുകയാണ്. അത് ഭയന്ന് ഒരുപക്ഷെ ഈ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് പങ്ക് കാണത്തില്ല. അല്ല, ഇസ്രായേലിനെ സൈനികമായി സഹായിക്കുക എന്നുള്ളത് അമേരിക്കയുടെ കടമയാണ്. പക്ഷേ അമേരിക്ക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങളോട് അതൃപ്തിയും വിമുഖതയും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇസ്രായേലിൻ്റെ യുദ്ധ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇറാനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. റെജീം ചേഞ്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇറാൻ്റെ സമ്പൂർണ്ണ നാശം. അതായത് ഗസയിലൊക്കെ 19,000-ഓളം പേരെ കൊലപ്പെടുത്തുകയും അവിടുത്തെ മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ അടിച്ചില്ലാതാക്കുകയും ഒരു പുനർജീവനത്തിന് പോലും, അല്ലെങ്കിൽ അവിടെ ഇനി വീണ്ടും പഴയതുപോലെ ആകണമെങ്കിൽ ഒരു പതിറ്റാണ്ടെങ്കിലും എടുക്കുന്നത് പോലെയുള്ള അതിശക്തമായ നശീകരണമാണ് ഇസ്രായേൽ ഉദ്ദേശിച്ചത്. അതായത് ഇറാൻ്റെ എല്ലാം തകർക്കുക, ഇറാനിലെ ഊർജം ഇല്ലാതാക്കുക, അവിടെ എണ്ണ ഇല്ലാതാക്കുക, എണ്ണ ശേഖരം ഇല്ലാതാക്കുക, അതുപോലെ തന്നെ അവിടെ വെള്ളം, വൈദ്യുതി, റോഡ്, പാലങ്ങൾ, കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എപ്പോഴും ഈ ഇസ്രായേലിൻ്റെ ഒരു ഏറ്റവും വലിയ ക്രൂരതയാണ് അവർ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ ആക്രമിക്കുമെന്നുള്ളത്. അതായത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഗസയിൽ അവർ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആശുപത്രികൾ തകർക്കുക, അവിടേക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഓക്സിജൻ പ്ലാന്റുകൾ തകർക്കുക, അതുപോലെ അഭയാർത്ഥികളായി ടെൻ്റടിച്ച് കിടക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അവർക്ക് ഭക്ഷണവും വെള്ളവും പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ബോംബുകൾ ഇട്ടുകൊണ്ട് അവരെ കൂടുതൽ ക്രൂരമായി പീഡിപ്പിക്കുക. ഒരു അതിഭീകരമായ സാഡിസ്റ്റ് മനോഭാവമാണ് അവിടങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു ടോട്ടൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന രീതിയിലൊരു അതിഭീകരമായ നാശനഷ്ടം ഇറാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ യുദ്ധലക്ഷ്യം. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അത് നയതന്ത്രപരമാണ്, വ്യാവസായികമാണ്, സാമ്പത്തികപരമാണ്. അവിടെയാണ് ഈ വ്യത്യാസമുള്ളത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച്, ട്രംപിനെ സംബന്ധിച്ച്, ട്രംപ് ഒരിക്കലും ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾക്ക് തീയിടാൻ പറയില്ല. ആ എണ്ണപ്പാടങ്ങൾ തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിൻ്റെ തന്ത്രം. അതുപോലെ തന്നെ ഒരിക്കലും ആണവ കേന്ദ്രങ്ങൾ തകർത്ത് ആണവ വികിരണം മുഴുവൻ, അല്ലെങ്കിൽ സമ്പുഷ്ടീകരിച്ച് യുറേനിയം മുഴുവൻ വെറുതെ കളയാൻ ട്രംപ് തീരുമാനിക്കില്ല. ട്രംപിന് വേണ്ടത് ആ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്ന് ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ അമേരിക്കയുടെ ചില യുദ്ധവിമാനങ്ങൾ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാൻ്റെ ഈ പറയുന്ന ആണവ പരീക്ഷണം നടക്കുന്ന പ്രദേശത്തേക്ക് വിട്ടിട്ട് അവിടെ വലിയ സ്ഫോടനം ഉണ്ടാക്കി അമേരിക്ക അവിടെ നിന്ന് സമ്പുഷ്ടീകരിച്ച് യുറേനിയം മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത ഇതിനിടയിൽ വന്നിരുന്നു. ആ മോഷ്ടിക്കാൻ പോയ വിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിട്ടതോടെയാണ് തങ്ങളുടെ കുറേ വിമാനങ്ങൾ അമേരിക്ക സ്വയം നശിപ്പിച്ചത് എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ക ബിസിനസ്സാണ്, സാമ്പത്തികപരമാണ്,
അതുപോലെ തന്നെ ഇറാൻ എന്ന രാജ്യത്തെ തൻ്റെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവിടെ തങ്ങളുടെ തനിക്കിഷ്ടമുള്ള ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ താൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരു ഭരണാധികാരി, അതായത് ഇസ്രായേലിനെ പോലെ തന്നെ മറ്റൊരു രാജ്യമായി ഇറാനെ മാറ്റിയിട്ട് ഇറാൻ്റെ അളവറ്റ എണ്ണ സമ്പത്ത്, ഊർജ്ജ സമ്പത്ത്, അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകൾ, അവരുടെ ടെക്നോളജി, യുദ്ധത്തിന് വേണ്ടി അവരുണ്ടാക്കുന്ന ആയുധങ്ങൾ, അമേരിക്കയ്ക്ക് ഇപ്പോഴും ട്രേസ് ചെയ്യാൻ കഴിയാത്തതാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഇറാൻ്റെ സ്വന്തമായി ഉണ്ടാക്കിയ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ, അവരുടേതായിട്ടുള്ള പല വ്യത്യസ്ത തരങ്ങളിലുള്ള ഡ്രോണുകൾ. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ അമേരിക്ക സഹായിച്ചപ്പോൾ റഷ്യ അതിനെ തകർത്ത് കളഞ്ഞത് ഇറാൻ നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു. തദ്ദേശീയമായി ഇത്രയും ക്വാളിറ്റിയുള്ള, ഇത്രയും പ്രഹരശേഷിയുള്ള എല്ലാത്തരം സർവേലൻസുകളെയും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും തകർത്ത് മുന്നേറാൻ കഴിയുന്ന വലിയ ആയുധ ശ്രേണി ഇറാൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ, അത്തരം ആയുധങ്ങൾ അമേരിക്ക നേരിട്ട് വിപണിയിൽ എത്തിക്കുന്ന സാധ്യതകൾ, അങ്ങനെ അമേരിക്ക അവിടെ ഒരു ബിസിനസ് മൈൻഡോടെ, ഒരു വ്യാവസായികമായ കണ്ണോടുകൂടിയാണ് കണ്ടത്. അതുകൊണ്ടാണ് ഈ അടുത്ത ഫിനാൻഷ്യൽ എക്സ്പ്രസിന് ട്രംപ് അഭിമുഖം നൽകിയപ്പോൾ റെജീം ചേഞ്ച് എന്നതിനേക്കാൾ കൂടുതൽ ഇറാൻ്റെ എണ്ണ കേന്ദ്രങ്ങൾ, അതായത് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ എണ്ണ സംഭരണമുള്ള, അല്ലെങ്കിൽ ഏറ്റവും അധികം എണ്ണപ്പാടങ്ങളോ അല്ലെങ്കിൽ എണ്ണ എന്ന് പറയുന്ന ഒരു കേന്ദ്രം, എണ്ണയുടെ കേന്ദ്രമാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കയ്യിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന ഒരു വലിയ മുന്നേറ്റം, സാമ്പത്തികമായൊക്കെ ഉണ്ടാക്കുന്ന, റിയൽ എസ്റ്റേറ്റ് പരമായും ഒക്കെ ട്രംപിന് ഒരുപാട് കമ്പനികളുണ്ട്. മരുമോൻ്റെ പേരിലൊക്കെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കമ്പനികളും മറ്റു കമ്പനികളും ഒക്കെയുള്ള ഒരു വലിയ ബിസിനസ് മാഗ്നറ്റ് കൂടിയാണ് ട്രംപ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് ഉദ്ദേശിക്കുന്നതാണ്, ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഗസ മോഡലിൽ ഇറാനെ അങ്ങോട്ട് തീർത്ത് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും കൊന്നിട്ട് അതിലൊരു രസം കണ്ടെത്തുക. അങ്ങനെയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം ഒരുപാട് കാലം കൂടി കൊണ്ടു നടക്കാം. ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല, നെതന്യാഹുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകില്ല. അത്രയും കാലം രക്ഷപ്പെട്ട് നിൽക്കാമെന്നുള്ളതായിരുന്നു നെതന്യാഹു ഉദ്ദേശിച്ചിരുന്നൊരു കാര്യം. പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. നെതന്യാഹു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നു എന്ന് വന്നപ്പോൾ ട്രംപ് പറഞ്ഞു, മേലാൽ ആക്രമിക്കരുത്, അതൊക്കെ എനിക്കെടുത്തോണ്ട് പോകാനുള്ളതാണ്, അതുകൊണ്ട് അതിന് തൊട്ട വിവരം അറിയുമെന്ന് ട്രംപ് പറഞ്ഞത് മുതൽ ഇസ്രായേലും അമേരിക്ക ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണ്. അപ്പോൾ അതിനിടയിൽ വീണ്ടും അമേരിക്കയുടെ വിലക്ക് ലംഘിച്ച് ഇസ്രായേൽ നിരന്തരമായി ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ ഇസ്രായേൽ ശ്രമിച്ചത് ഖാർഗ് ദ്വീപ് തകർക്കാനാണ്. അതാണ് ഈ വ്യത്യാസം. അപ്പോൾ അവിടെ മുതൽ പിന്നെ അമേരിക്ക എങ്ങനെയെങ്കിലും ഈ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തടിയൂരുക, അതിനുശേഷം നയതന്ത്രപരമായി ഈ വിഷയത്തിൽ ഒരു പരിസമാപ്തി എന്നെങ്കിലും തങ്ങൾക്ക് അനുസൃതമായി ഉണ്ടാക്കുക എന്ന തരത്തിലേക്ക് മാറിയിരുന്നു എന്ന് വേണം കരുതാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള കളമൊരുക്കിയത്. 2 ആഴ്ച സീസ് ഫയർ എന്ന് പറഞ്ഞപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ സമാധാനിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇനിയിപ്പോൾ എണ്ണവില, അപ്പോൾ തന്നെ എണ്ണവില കുറഞ്ഞു, അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു, ഓഹരി വിപണിയിൽ കുതിപ്പ് രേഖപ്പെടുത്തി, ലോകം മുഴുവൻ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുകയാണ്, നമ്മൾ ഓക്കെയാണ്, ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതിയപ്പോഴാണ് ഈ നെറികെട്ടവന്മാരായിട്ടുള്ള ഇസ്രായേൽ ലെബനനിലേക്ക് യുദ്ധം നടത്തി. ഇസ്രായേലിന് അറിയാം ഈ യുദ്ധം എങ്ങനെ ആളിക്കത്തിക്കണം. ചരിത്രത്തിലുടനീളം സമാധാന കരാറുകൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ അത് കുളമാക്കി, ചതിച്ച്, വഞ്ചിച്ച്, ഭീരുത്വം കാണിച്ച്, വൃത്തികേട് കാണിച്ച് ആ യുദ്ധം പരിപോഷിപ്പിച്ചിട്ടുള്ളവന്മാരാണ് യുവമാർ. ഇവിടെ ഇരുന്ന് ഇസ്രായേലിന് വേണ്ടി ജയ് വിളിക്കുന്ന കുറേവന്മാരുണ്ട്. അവരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഉൾപ്പെടെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന വിധത്തിൽ ഈ യുദ്ധം ഉണ്ടാക്കിയതും ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ യുദ്ധം വഷളാക്കുന്നതും ഇസ്രായേലാണ്. ഇതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? അതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ലോകത്തെ മുഴുവൻ കുട്ടിച്ചോറാക്കാൻ, പശ്ചിമേഷ്യയെ മുഴുവൻ നശിപ്പിക്കാൻ, കൊട്ടേഷൻ എടുത്ത വിധത്തിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നെറികേടും കാണിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു കനത്ത തിരിച്ചടി എന്തായാലും ഇസ്രായേലിലേക്ക് ഉണ്ടാകും. അത് എത്രത്തോളം ആയിരിക്കും ഈ ഒരു സംഭവത്തെ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ? അല്ല, ഇസ്രായേലിന് നേരെ തിരിച്ചടി തുടങ്ങി കഴിഞ്ഞതാണ്. കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ ഒരു ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായിട്ട് IDF പറഞ്ഞു. ഇപ്പം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ സർവനാശമാണ്. നമ്മളിപ്പോഴും പറയും, നമ്മുടെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരും, നമ്മുടെ ഭാരതീയ പൈതൃകത്തിൽ പോലും പറയുന്നൊരു കാര്യമുണ്ട്, വാളെടുത്തവൻ വാളാൽ. അതായത് സ്ത്രീകളെയും കുട്ടികളെയും ദുർബലരെയും ഒക്കെ ആക്രമിക്കുന്ന, എല്ലാവരെയും കടന്നാക്രമിച്ചുകൊണ്ട് അതിലൂടെ ഞങ്ങൾ യുദ്ധനീതി എല്ലാ യുദ്ധനീതിയും വിസ്മരിച്ച് ഏകാധിപത്യത്തിലൂടെ, അടിച്ചമർത്തലിലൂടെ മുന്നോട്ട് പോകുന്നവരെ ആരെയും നമ്മുടെ പൈതൃകത്തിൽ പിന്തുണച്ച ചരിത്രമില്ല. അതുകൂടി മുൻനിർത്തി പറയട്ടെ, ഇസ്രായേൽ ചെയ്യുന്നത് അത് അവർക്കുള്ള മരണവാറൻ്റാണ്. അതായത് ഇനിയും ഇറാനെ പ്രകോപിപ്പിച്ച് ഇനിയും വലിയ ആക്രമണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ
ഇസ്രായേൽ ഇതിനൊക്കെ ഇരന്ന് വാങ്ങും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. കുറേ സ്ഥലത്ത് പോയി കുറേ ബോംബുകൾ ഇട്ടിട്ട് അത് യുദ്ധവിജയമെന്ന് പറയുന്നത് പോലെയല്ല ഇവിടെ. ഗസയിൽ കുറേ ആളുകളെ കൊന്നൊടുക്കിയിട്ട് ഹമാസ് ഇപ്പോഴും അവിടെ ആക്റ്റീവ് ആണെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പോലും പറയുന്നത്. 65% ഹമാസിൻ്റെ നെറ്റ്വർക്കും ആളുകളും ഇപ്പോഴും അവിടെ ആക്റ്റീവാണ്. ഗസയിലെ പല നഗരങ്ങളിലും ഇപ്പോൾ ഹമാസിൻ്റെ നേതൃത്വത്തിലാണ് ഭരണം നടക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന വാർത്തകളാണ്. വിഷയം വിസ്മരിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ജനങ്ങൾ അറിയാത്തത്. അവിടെ ഇപ്പോഴും ഹമാസ് ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എത്ര അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്, എത്ര അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ കാണിച്ചതുപോലെ ഇത്ര 2.5 വർഷം യുദ്ധം ചെയ്തിട്ടും ഗസയിൽ കാര്യമായി ഒന്നും നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്ന ഇത്രയും വലിയ നെറ്റ്വർക്കുള്ള, ഇത്രയും ആയുധശേഷിയുള്ള, റഷ്യയുടെയും ചൈനയുടെയും ഇൻ്റലിജൻസ് പിന്തുണയും സൈനിക പിന്തുണയും ഒക്കെ ലഭിക്കുന്ന ഇറാനെ ഇനിയും ആക്രമിച്ച് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇസ്രായേൽ ഈ യുദ്ധം പരിപോഷിപ്പിക്കാൻ വേണ്ടി ലെബനനെ ആക്രമിച്ച് 254 പേരെ കൊലപ്പെടുത്തി, 10 മിനിറ്റിൽ 100 ഇടങ്ങളിലോളം സ്ഫോടനം നടത്തി, 1500ഓളം പേർക്ക് പരിക്കേറ്റു. ഇത്രയും രൂക്ഷമായ ആക്രമണം ഇസ്രായേൽ ലെബനനിൽ നടത്തിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ: ഇറാനുമായുള്ള യുദ്ധം അവസാനിക്കരുത്, അമേരിക്ക അങ്ങനെ യുദ്ധം നിർത്തി പോകണ്ട, അമേരിക്കയെ കൂടി പിടിച്ച് ഇതിലേക്ക് കൊണ്ടുവന്നിടുകയാണ്, ഈ യുദ്ധം ഇങ്ങനെ നീളണം, നെതന്യാഹുവിന് ഭരിച്ചുകൊണ്ടേയിരിക്കണം, ഇതൊക്കെയാണ് അയാളുടെ ആഗ്രഹമെങ്കിൽ ഒരു കാരണവശാലും ഇത് സമ്മതിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന് ഏത് വിധത്തിലായിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും അമേരിക്കയോട് ഒത്തുതീർപ്പിന് തയ്യാറായാലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചാലും ഇസ്രായേലിൻ്റെ അന്ത്യം കുറിക്കുന്ന നിലയിലേക്ക് ഇറാൻ പ്രകോപിതരായിട്ടുണ്ട്. കാരണം ഒരു യുദ്ധം ഒഴിവാകുന്ന സാഹചര്യം ലോകരാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ ഇപ്പോൾ പകയോടുകൂടിയാണ് നോക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറന്ന് ലോകത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഒരു നെറികെട്ട ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനറിയാം, ഇറാൻ യുദ്ധത്തിൽ നിന്ന് സീസ് ഫയർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ആക്രമിക്കില്ല. അവരെല്ലാം പിന്മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഹിസ്ബുള്ളയും പിന്മാറുന്ന ഒരു സമയത്താണ് ലെബനനിലേക്ക് ആക്രമണം നടന്നത്. നിരായുധരെ ആക്രമിക്കുക, വെടിനിർത്തൽ സമയത്ത് അത് ലംഘിക്കുക, ഇതൊക്കെ ഇസ്രായേലിൻ്റെ സ്ഥിരം ഭീരുത്വ നടപടികളാണ്. അതാണ് ആവർത്തിച്ചത്. പക്ഷേ ഇത്തവണ അതിനുള്ള വില കനത്തതായിരിക്കും, അതിഭയാനകമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.